ഓരോ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കുന്നില്ലേ? ഇല്ലേ? പാവങ്ങളെ മറന്നുപോയി നമ്മൾ, അനാഥകളെയും അഗതികളെയും മറന്നുപോയി. കല്യാണ മാമാങ്കങ്ങൾ നടത്തുന്നു ഇവിടെ. ഒരു പന്തലിൽ വെജ്, ഒരു പന്തലിൽ മട്ടൻ, ഒരു പന്തലിൽ ചിക്കൻ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ധൂർത്താണ്, എന്തൊരു ധൂർത്താണ്. കെട്ടിടം പണിയുന്നതിൽ, വസ്ത്രം വാങ്ങുന്നതിൽ, പൊങ്ങച്ചം കാണിക്കുന്നതിൽ എല്ലാം ധൂർത്തു വന്നപ്പോ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. ഒരു ഇബ്തിലാ ആണിത്. അത് രക്ഷപ്പെടണമെങ്കിൽ സ്വഭാവം നന്നാക്കിയേ തീരോ. അനാഥകളെയും അഗതികളെയും പാവങ്ങളെയും ഈ സമുദായത്തിലെ, ഈ സമൂഹത്തിലെ പച്ചപ്പാവങ്ങളെ സഹായിക്കാതെ റബ്ബി പരീക്ഷണം ഉയർത്തുകയില്ല. നമ്മുടെ രാഷ്ട്രപതി പറഞ്ഞില്ലേ, ഇതൊരു 6 മാസം കൂടെ നീണ്ടു നിൽക്കും. ഇന്ന് സുപ്രഭാത പത്രത്തിന്റെ എഡിറ്റോറിയൽ അതാ, വായിച്ചോ? ഈ സമയം കിട്ടിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പടച്ചവൻ ചിന്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ, ചിന്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അല്ലാഹുവിനെ അറിയണം, അവന്റെ അടുത്തേക്ക് അടുക്കണം. അടുക്കാനുള്ള പാതക്കാണ്, ആത്മീയ പാതക്കാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. നോക്കൂ, ശരീഅത്തും ത്വരീഖത്തും ജീവിതത്തിൽ ഉണ്ടാക്കണം. ഫർളുകളും സുന്നത്തുകളും ചെയ്യണം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം എന്റെ ദാസൻ എന്റെ അടുത്തേക്ക് ഫർളുകൾ ചെയ്തുകൊണ്ടാണ്, പിന്നീട് സുന്നത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് ഒരു ദാസൻ എന്റെ അടുത്തേക്ക് അടുക്കുകയുള്ളൂ. മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു, അത് ഖിയായിൽ കാണാം. എന്റെ ദാസൻ എന്റെ അടുത്തേക്ക് നഫ്ലുകൾ, സുന്നത്തുകൾ ചെയ്തുകൊണ്ട് അടുത്തുകൊണ്ടിരിക്കും. അതാ അകൂന ലഹു യദം വൽ അർജുലാ, ഞാൻ അവന് വേണ്ടി കൈയാകും കാലാകും. ഒരു മുസ്ലിയാരിയുടെ പ്രസംഗിക്കുന്നത് കേട്ടു, അവന്റെ കൈയും അവന്റെ കാലും അവന്റെ കണ്ണും ഒക്കെ അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ ഉപയോഗിക്കും. സുഹൃത്തുക്കളെ, എനിക്ക് ഒരുപാട് നാളെ സംശയം ഉണ്ടായിരുന്നു, ഈ ഹദീസ് എങ്ങനെ വ്യാഖ്യാനിക്കണം, ഈ ഹദീസ് എങ്ങനെ വ്യാഖ്യാനിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിൽ ഇതിന് നല്ലൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഈ സമഇനും ഈ ബസറിനും ഈ യദിനും ഈ രിജലിനും അല്ലാഹു തആല ഒരു നൂറാനിയത്ത് കൊടുക്കും. ആ നൂറാനിയത്ത് കൊണ്ടാണ് അങ്ങകലെയുള്ളത് കാണുന്നത്, കേൾക്കുന്നത്, വരുത്തുന്നത്. ഇതിന് ശാസ്ത്രം എന്ത് പറയും? സുഹൃത്തുക്കളെ, അതീന്ദ്രിയാവബോധത്തെ കുറിച്ച് പഠിച്ച ശാസ്ത്രം പറയുന്നു, ദൂരെയുള്ള ഒരാൾക്ക് മെസ്സേജ് കൊടുക്കാൻ സാധിക്കും, ആ മെസ്സേജ് സ്വീകരിക്കാനും സാധിക്കും. അതിന് ടെലിപ്പതി എന്നൊരു പേര് പറഞ്ഞു. ടെലിപ്പതി, ടെലിപ്പതി. അത് അടുത്ത കാലത്തെ ശാസ്ത്രം കണ്ടെത്തിയത്. ക്ലെയർ വോയൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ESP. നോക്കൂ, ഒരു സാധനം, ദൂരത്തുള്ള ഒരു സാധനം നിമിഷ നേരം കൊണ്ട് നമ്മുടെ മുമ്പിൽ ഹാജരാക്കാം. ഇതൊക്കെ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. പാരാസൈക്കോളജി എന്ന ശാസ്ത്രശാഖ ഉടലെടുത്തു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇതിന്റെ അസ്തിത്വം പറയുന്നുണ്ട്. ഖുർആനും തിരുസുന്നത്തും കറാമത്തിനെ അംഗീകരിക്കുന്നുണ്ട്. അല്ലാഹുവിനെ സ്നേഹിച്ചവർക്ക് അല്ലാഹു അത് കൊടുക്കും. ഖുർആൻ സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ, ഈമാനും സുഹൃതങ്ങളും ഒരുമിച്ച് കൂട്ടിയവർ, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ, അല്ലാഹു അവർക്ക് വേണ്ടി മവദ്ദത്ത് ഒരുക്കി വെക്കും. ഈ ആയത്തിന്റെ താഴെ ഹാഫിദ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. ഇദാ അഹബ്ബല്ലാഹു അബ്ദഹ, അല്ലാഹു ഈ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നാദാ ജിബ്രീൽ, ജിബ്രീലിനെ വിളിക്കും അലൈഹിസ്സലാം, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, അവിടെന്നും അയാളെ സ്നേഹിക്കണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീലും അവരെ സ്നേഹിക്കും. അല്ലാഹു സ്നേഹിക്കും, ജിബ്രീലും സ്നേഹിക്കുമ്പോൾ സുമ്മ യുനാദി ഫീ അഹ്ലിസ് സമാ, ആകാശ ലോകത്ത് വിളിയാളം ഉണ്ടാകും, വിളംബരം നടത്തപ്പെടും. ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും. അല്ലാഹു ഭൂമിയിൽ ഒരാളെ സ്നേഹിക്കുന്നു, മലക്കുകളെ നിങ്ങളും അവരെ സ്നേഹിക്കണം. അത് പറഞ്ഞു കഴിയുമ്പോൾ സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർള്, ഭൂമിയിൽ സ്വീകാര്യത അല്ലാഹു നൽകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ, അല്ലാഹു സ്നേഹിക്കും, ജിബ്രീലും സ്നേഹിക്കുമ്പോ ആകാശ ലോകത്തുള്ള മാലാഖമാര് സ്നേഹിക്കും. ആകാശ എത്ര മലക്കുണ്ട്?
ഹദീസിൽ വരുന്നുണ്ട് ആകാശം ഞെരുങ്ങുന്നു. അതെങ്ങനെ ഞെരുങ്ങാതിരിക്കും? ആകാശം എങ്ങനെ ഞെരുങ്ങാതിരിക്കും? ആകാശത്തൊരു സ്ക്വയർ ഫീറ്റിൽ ഓരോ കാല് വെക്കുന്ന സ്ക്വയർ ഫീറ്റിലും ഒരു മലക്ക് റുകൂഇലും സുജൂദിലുമാ. ആ മലക്കുകൾ രാത്രിയും പകലും തസ്ബീഹുകൾ ചൊല്ലുന്നു. ലാ യഫ്തുറൂൻ, അവർ ക്ഷീണിക്കുന്നില്ല, ക്ഷീണമേ ഇല്ല. രാത്രിയും പകലും ദിക്റ ആ മലക്കുകൾ. ആകാശത്ത് ഓരോ പോയിന്റിലും ഓരോ മലക്കുകൾ റുകൂഇലും സുജൂദിലുമാണ്. കണ്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ സ്നേഹിക്കണേ. അല്ലാഹു നമ്മളെയും സ്നേഹിക്കും. ഒരു ഖുദ്സിയായ ഹദീസിൽ വരുന്നുണ്ട്, ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റാ, എന്റെ ദാസൻ എന്റെ അടുത്തേക്ക് ഒരു ചാൺ അടുത്താൽ തഖറബ്തു മിൻഹു ദിറാആ, ഒരു ചാൺ എന്റെ ദാസൻ എന്റെ അടുത്തേക്ക് അടുത്താൽ ഞാൻ അവന്റെ അടുത്തേക്ക് ഒരു മുഴം അടുക്കുന്നതാ. വൈദാ തഖറബ ഇലയ്യ ദിറാആ, എന്റെ അടുത്തേക്ക് എന്റെ ദാസൻ ഒരു മുഴം അടുത്താൽ തഖറബ്തു മിൻഹു ബാആ, ഞാൻ അവന്റെ അടുത്തേക്ക് ഒരു മാറടുക്കുന്നതാണ്. ഒരു മാറടുക്കും. ഒരു ചാൺ റബ്ബിലേക്ക് അടുത്താൽ ഒരു മുഴം അല്ലാഹു ഇങ്ങോട്ട് അടുക്കും. അടുക്കുന്ന വിഷയത്തിൽ അവനാണ്. സുഹൃത്തുക്കളെ, നോക്ക്, ഒന്ന് അടുക്കാൻ ശ്രമിച്ചു നോക്ക്, ഒന്ന് ശ്രമിക്ക്. എപ്പോഴൊക്കെ ഒന്ന് ഒതു എടുത്ത് അൽഹംദുലില്ലാഹ് സംസാരമൊക്കെ ഒന്ന് കുറച്ച് ഈ മൃഷ്ടാന്ന ഭോജനമില്ലേ അതൊക്കെ ഒന്ന് കുറച്ച് എന്ന് പറഞ്ഞാൽ, മൃഷ്ടാന്ന ഭോജനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലെ? അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സഹാബിയെ കണ്ടു. നല്ല കൊടവയറുണ്ട്, വീർത്ത വയറ്. അപ്പൊ മുത്തുനബി പറഞ്ഞെന്താണെന്നറിയോ? ലൗകാന ഹാദാ ഫീ ഗൈരി ഹാദാ ലകാന ഖൈറൻ ലക, ഈ വണ്ണവും നീളവും ഒക്കെ ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നിനക്കത് നന്നായിരുന്നു മനുഷ്യ എന്ന് പറഞ്ഞു. കൊടവയറുള്ളവരും വിഷമിക്കരുത് കേട്ടോ. മനസ്സിലായില്ല സുഹൃത്തുക്കളെ? എത്ര കഴിക്കണം? ഒരാൾക്ക് 6 പൊറോട്ട തിന്നാൻ പറ്റും, ഒരു കുഴപ്പമില്ല, സുന്ദരമായിട്ട് തിന്നാൻ. പക്ഷെ അതുകൊണ്ട് ഫിസിക്കലി അല്ലെങ്കിൽ ബോഡി അല്ലെങ്കിൽ ആത്മീയമായിട്ടൊരു ഗുണവുമില്ല. എത്ര മതി? ഒരു 1-2 ഉസ്താദിന് 3 വേണോ അല്ലേ? ആയിക്കോട്ടെ. ഞാൻ പണ്ട് കണ്ടത്തറ വന്നപ്പോഴേ ഉസ്താദിന്റെ ആഹാരം കൊടുക്കുന്ന ബോക്സ് ഞാൻ കണ്ടു, ഒരു 10-12 തട്ടുകൾ. ആ തട്ട് തന്നെ എപ്പോഴും ഉണ്ടോ? സഹോദരിമാരില്ലേ, ആദ്യം ഉസ്താക്കന്മാർക്ക് കൊടുത്തിട്ടേ അവർ കഴിക്കും അല്ലേ? അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ ആ വിരക്തി മാറ്റാനാണ് കേട്ടോ. സുഹൃത്തുക്കൾ, എത്ര കഴിക്കണം? എത്ര കഴിക്കണം? ഹസ്ബുക ലുകൈമാതുൻ, നിനക്കേതാനും പിടി ആഹാരം മതി ആരോഗ്യത്തിൽ ജീവിക്കാൻ, കർമ്മ നിരതനാക്കാൻ. ഏതാനും പിടി ആഹാരം മതി. ഇനി നിനക്ക് കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നൊക്കെ ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുകയാണ്, നിന്റെ വയറിനെ 3 ആക്കണം കേട്ടോ. 3-1 ഫുഡ്, 3-1 പാനീയം, 3-1 കാലി കടക്കട്ടെ. ഇങ്ങനെ പോയാൽ വലിയ രോഗങ്ങൾ വരികയില്ല, ഡോക്ടേഴ്സിനെ കാണേണ്ടതില്ല. ഉണ്ടോ? സ്വഹാബത്ത് രോഗത്തിനല്ല ചികിത്സിച്ചത്, രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ നടത്തിയ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. ഇമാം സുയൂത്തി ആരാ? ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് കിതാബ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300 ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഭക്ഷണം ചുരുക്കി, വർത്തമാനം ചുരുക്കി, ഉറക്കം ചുരുക്കിക്കൊണ്ട് ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതാ അല്ലാഹു അടുക്കുകയാ. നീ ഒരു ചാണല്ലേ അങ്ങോട്ടടുത്തുള്ളൂ, അല്ലാഹു നിന്റെ അടുത്തേക്ക് ഒരു മുഴം അടുക്കും. നീ ഒരു മുഴം അടുത്തപ്പോ അല്ലാഹു നിന്റെ അടുത്തേക്ക് ഒരു മാറടുക്കുകയാ. വൈദാ അതാനി യംശി, അവൻ എന്റെ അടുത്തേക്ക് നടന്നു വന്നാൽ അതൈതുഹു ഹർവലാ, ഞാൻ അവന്റെ അടുത്തേക്ക്, നിന്റെ അടുത്തേക്ക് ഓടി വരും. ഒരു ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് വെക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.
ആത്മീയതയിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്പ് ഒന്ന് വെക്ക്, ഒന്ന് ചലിപ്പിക്കുക, ഒരു ചെറിയൊരു മൂവിങ്. അപ്പോ ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം, അല്ലേ? ഏതാണ് ആ വിഷയം? ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അവർക്ക് മംഗളം, അവർക്ക് ബുശ്റാ ഐഹിക ജീവിതത്തിൽ, നാളെ പാരത്രിക ജീവിതത്തിലും അടുത്ത ജീവിതത്തിലും. അല്ലാഹു പറയുകയാണ് അവർക്ക് സന്തോഷ വാർത്ത. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. നെക്സ്റ്റ് ലൈഫിലും നശ്വരമായ ഈ ദുനിയാവിലും അതിന്റെ സൂചനകൾ കിട്ടിത്തുടങ്ങും. അതെന്താ അത്? ബുശ്റ എന്ന് പറഞ്ഞ എന്താ ഈ സന്തോഷ വാർത്ത? ഫസ്സറഹുൽ ഹാക്കിമു. ഇമാം ഹാക്കിം ഈ ആയത്തിന് ബുശ്റാക്ക് തഫ്സീർ പറഞ്ഞത് അർറുയ സ്വാലിഹ, നല്ല സ്വപ്നം എന്നാണ്. അല്ലാഹുവിലേക്ക് അടുക്കുമ്പോ നല്ല സ്വപ്നങ്ങൾ അല്ലാഹു കാണിച്ചു തരും. ഇത് തന്നെയാ അദ്കിയായിലും പറഞ്ഞത്. നോക്കൂ, നീ കപ്പലാകുന്ന ശരീഅത്തിൽ കയറി, നീ ത്വരീഖത്താകുന്ന ബഹറിലേക്ക് സുന്നത്തുകളൊക്കെ ചെയ്ത് മുറിഞ്ഞ് വീണ് നീ അടുത്തേക്ക് എത്തുകയാണ്. മുത്താണ്, കടലിന്റെ അടിയിൽ കിടക്കുന്ന വിലായത്ത് മവദ്ദത്ത്, അതിലേക്ക് നീ അടുക്കാൻ പോവുകയാണ്. അടുക്കുമ്പോൾ നിന്റെ 6-ാം ഇന്ദ്രിയം തുറന്നു തരും അല്ലാഹു. എല്ലാവർക്കും 5 ഇന്ദ്രിയമേ ഉള്ളൂ. പഞ്ചേന്ദ്രിയങ്ങൾ ഹവാസുൽ ഖംസ, അല്ലേ? തൊട്ടറിവ്, മണത്തറിവ്, പിടിച്ചറിവ് എന്നൊക്കെ പറയുന്ന 5 അറിവ്. അതിനു പുറമേ ഖൽബൊരു കണ്ണാടിയാവുകയാണ്. ഇവിടെ എല്ലാ ഗൈബും ഗയൂബ് അല്ലാഹു നമുക്കതിൽ പ്രതിബിംബിപ്പിക്കുകയാണ്. വഹഖീഖത്തുൽ ലവ്സുലുഹു ലിൽ മഖ്സദി വമുശാഹദത്തുൻ നൂറത്ത് തജല്ലി ബിൻജിലാ. ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ വഹഖീഖത്തുൻ ലവ്സുലുഹു ലിൽ മഖ്സദി, നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ എത്തുകയാ, മുത്തിന്റെ അടുത്തേക്ക് എത്തുകയാ. വമുശാഹദത്തുൻ, ദർശിക്കലാണ് നീ. നൂറത്ത് തജല്ലി, തജല്ലിയുടെ പ്രകാശ കിരണങ്ങളെ. ബിൻജിലാ. ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തജല്ലിക്ക് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? മാ യൻകശിഫു ലിൽ ഖൽബി മിൻ അൻവാരിൽ ഗൈബി. ഖൽബിന് അല്ലാഹു മുകാശഫ കൊടുക്കും, ഖൽബ് തുറന്നു വരും. മുകാശഫ, കശ്ഫ്, കശ്ഫ്, മുകാശഫ. ഖൽബിനൊരു കശ്ഫ് ഉണ്ടാകും, അതങ്ങോട്ട് തുറക്കും. മാ യൻകശിഫു ലിൽ ഖൽബി, ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ ഖൽബിന് അല്ലാഹു കൊടുക്കുന്ന ഒരു വികാസമാണ്. മിൻ അൻവാരിൽ ഗൈബ്, ഗൈബിന്റെ പ്രകാശം. ഗൈബ് എന്ന നിഗൂഢതകൾ, രഹസ്യങ്ങളുടെ പ്രകാശങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു നൽകലാണ് ഹഖീഖത്ത്. കണ്ടോ, നീ നല്ല സ്വപ്നങ്ങൾ കാണും എന്ന് ഇമാം ഹാക്കിം അതിന് വിശദീകരിച്ചു. നല്ല സ്വപ്നം, അല്ലാഹു നല്ല സ്വപ്നങ്ങൾ കാണാൻ തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ പരിശ്രമിച്ചാൽ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് അവിടുത്തെ സുന്നത്തുകൾ, അസ്സുന്നത്തു സനിയ, അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് ഹബീബായ മുത്തിനെയും കാണാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൻ റആനി ഫിൽ മനാം ഫഖദ് റആനി. ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, ആരെങ്കിലും ഉറക്കത്തിൽ എന്നെ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. വലാ യതമസ്സലു ശൈത്താനു ബി, പിശാചന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല. എന്നെ കണ്ടെങ്കിൽ ഈയുടെ ഒരു ഉമ്മാമ പറഞ്ഞു, ഉസ്താദേ ശരിയാരെ, ഞാൻ റസൂലുള്ളാഹിയുടെ സ്വപ്നം കണ്ടു, നല്ല പ്രകാശിക്കുന്ന മുഖം. ഞാൻ പറഞ്ഞു, ഒന്ന് വർണ്ണിച്ചേ. പച്ച തലയെക്കെട്ട്, ആ താടി നല്ല വെളുവെളുത്ത അപ്പൂപ്പൻ താടി പോലത്തെ താടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടത് ഏതോ പാപ്പാരെയാ, നിങ്ങൾ കണ്ട റസൂലുള്ളാഹിയുടെ താടി അപ്പൂപ്പൻ താടി പോലെ വെളുത്തിരുന്നോ? എത്ര മുടി നരച്ചിരുന്നു നമ്മൾ ഹദീസ് പഠിച്ചത്, ഇല്ലേ? എത്ര 17-18 അല്ലേ? ഹദീസിൽ 2-3 റിവായത്ത് വരുന്നുണ്ടല്ലോ. റസൂലുള്ളാഹിയുടെ താടിയിൽ എത്ര നരയുണ്ടെന്ന് സ്വഹാബത്ത് എണ്ണി എഴുതി വെച്ചു. മുഹമ്മദ് ലിവ്ഡ് ഇൻ ദി ഫുൾ ഷാഡോ ഓഫ് ഹിസ്റ്ററി. ഇതുപോലെ ഒപ്പിയെടുത്ത ഒരു ചരിത്രം ആ മഹാന്റേതല്ലാതെ, ആ ഹബീബിന്റെ അല്ലാതെ വേറൊരു നേതാവ് ഇവിടെ ഇല്ലല്ലോ, അല്ലേ?
അള്ളാഹു ചിന്തിക്കാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ചിന്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഉമ്മമാട്ട പറഞ്ഞു, നിങ്ങളുടെ ഏതോ ഒരു ഉപ്പാപ്പാനെ ആയിരിക്കും നിങ്ങൾ കണ്ടത്. ഇൻഷാ അല്ലാഹ് മുത്തുനബിയെ കാണാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി സുഹൃത്തുക്കളെ, മനാമിൽ കണ്ടാൽ യഖ്ലത്തിലും കാണുമെന്ന് സഹിഹായ ഹദീസുണ്ട്. ഉന്നതമായ പദവിയാണത്. മൻ റആനി ഫിൽ മനാം ഫഖദ് റആനി ഫിൽ യഖ്ല. ആരെങ്കിലും മനാമിൽ എന്നെ കണ്ടാൽ അവൻ ഉണർന്നിരിക്കുമ്പോഴും കാണും. എങ്ങനെ ഈ ഹദീസ് വിശദീകരിക്കുക സുഹൃത്തുക്കളെ? ദർസ് നടത്തുമ്പോൾ, ഹദീസ് കിതാബിന് ദർസ് നടത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ ഉറങ്ങാതെ തന്നെ കാണുന്ന മുദരിസുമാർ, പണ്ഡിതന്മാർ കൊച്ചു കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, വടക്കേ ഇന്ത്യയിലുണ്ട്. അല്ലാഹു പടച്ചവനാ പണ്ഡിതന്മാരെ പൊരുത്തപ്പെടട്ടെ. എപ്പോഴും സഹീഹുൽ ബുഖാരിയുടെ ദർസിലാണ്, ഇമാം തുർമുദിയുടെ ദർസിലാണ്. അല്ലാഹു പടച്ചവൻ ഇൽമിന്റെ ഖിദ്മത്തുമായി കഴിയുന്ന ഉലമാക്കൾക്ക് ബഹുമാനം കൊടുക്കണേ, മുദരിസുമാർക്ക് ബഹുമാനം കൊടുക്കണേ, മുതഅല്ലിമീങ്ങൾക്കും ഹാഫിലീങ്ങൾക്കും ഖദർ കൊടുക്കണേ. അതാണ് ഇസ്ലാമിന്റെ മര്യാദ. മനസ്സിലായില്ലേ? ഇന്ന് സമൂഹം ഈ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിക്കുന്നത് ചില ആളുകളുടെ പ്രഭാഷണങ്ങളും വാക്കുകളും ഒക്കെയാ. മനസ്സിലായില്ലേ? എല്ലാ പ്രസംഗത്തിലും പണ്ഡിതന്മാരെ കുറ്റം പറയും, വിമർശിക്കും. സമൂഹത്തിന് പണ്ഡിതന്മാർ ഉസ്താദന്മാരുള്ള ബഹുമാനമൊക്കെ ഇവരിങ്ങനെ ഇടിച്ചിടിച്ച് കളയും. മനസ്സിലായില്ലേ? ഇവര് കൈമടക്കം മേടിക്കുന്നവരാന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും. അള്ളാഹു പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ? അതുകൊണ്ട് സംഭവിച്ചു ആർക്കും ഒരു ഭയവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഒരു ബർക്കത്തും ഇല്ല. ഉലമ, സത്യം പറഞ്ഞാൽ ഉലമ ആരാ? ഉലമ അല്ലേ ഈ സമുദായത്തിന്റെ മദാർ, മിഅ്യാർ, അളവുകോല്. സുഹൃത്തുക്കളെ, ഉലമാ ഇല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താ? അല്ലാഹു പടച്ചവൻ അവനെ സ്നേഹിക്കാനും അവനെ അറിയാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു അവർക്ക് മംഗളം, അവർക്ക് ഹാപ്പി ന്യൂസ്. എന്താ ബുഷ്റ? അവരുടെ 6-ാം ഇന്ദ്രിയം തുറന്നു വരലാണ്. ഇതിന് ശാസ്ത്രം പറഞ്ഞത് പാരാസൈക്കോളജി, ടെലിപ്പതി, ക്ലെയർവോയൻസ്, ESP എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖുർആനും ഹദീസും ഇതിന് പറഞ്ഞത് കറാമത്ത് എന്നാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിലെ ആദരണീയർ, നിങ്ങളിലെ ഭക്തരാണ്. ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ കാണാം. നിങ്ങളിലെ ആദരണീയർ, നിങ്ങളിലെ ഏറ്റവും സൂക്ഷ്മതയുള്ളവരാ. അല്ലാഹു പടച്ചവൻ അവൻ തെരഞ്ഞെടുത്തവർക്ക് നുബുവത്ത് കൊടുക്കും. നുബുവത്ത് അല്ലാഹു തിരിച്ചെടുക്കുകയില്ല, സസ്പെൻഡ് ചെയ്യുകയില്ല. അല്ലാഹുവിനെ സ്നേഹിച്ചവർക്ക് അല്ലാഹു വിലായത്ത് കൊടുക്കും. പക്ഷേ വിലായത്ത് അല്ലാഹു ചിലപ്പോൾ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. നിന്റെ റൂട്ട് തെറ്റുമ്പോ ഖുർആനിൽ അറാഫിൽ അല്ലാഹു ആ ചരിത്രം പറയുന്നുണ്ട്. വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്താൻ ഫകാന മിനൽ ഗാവീൻ. നബിയേ, ജൂതന്മാർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കൂ, ഓതിക്കൊടുക്കൂ. വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ. നമ്മുടെ ആയത്തുകൾ, സൂക്തങ്ങൾ നൽകിയ ഒരു മനുഷ്യന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കവർക്ക്. ഫൻസലഖ മിൻഹാ, അയാൾക്ക് പാണ്ഡിത്യം കിട്ടി, സൂക്തങ്ങൾ കിട്ടിയിട്ടും അതിൽ നിന്ന് അയാള് തെന്നി ഊരി മാറി, പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ. ഫഅത്ബഅഹു ശൈത്താൻ, പിശാച് അയാളെ പിൻപറ്റാൻ തുടങ്ങി. ജനങ്ങള് പിശാചിനെയാ പിൻപറ്റുന്നത് അല്ലേ? ഇയാളെ പിശാച് പിൻപറ്റാൻ തുടങ്ങി. ഫഅത്ബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ. ആ മനുഷ്യൻ വഴിതെറ്റിയവരിൽ പെട്ടുപോയി. വലൗ ശിനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ.
അള്ളാഹു പറയുകയാണ്, ഈ മനുഷ്യൻ ആത്മീയോന്നതിയിൽ നിന്ന് താഴത്തേക്ക് വീണത് അദ്ദേഹം കാണിച്ചത്. അള്ളാഹു പറയുന്നു, ആ പാണ്ഡിത്യം കൊണ്ട്, ആ അറിവ് കൊണ്ട് നാം അദ്ദേഹത്തെ ഉയർത്തിയേനെ. വലൗ ശിഅ്നാ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലറഫഅനാഹു ബിഹാ, പക്ഷേ വലാകിന്നഹു അഖ്ലദ ഇലൽ അർള്, അയാൾ ഈ ഭൂമിയിലേക്ക് ചാഞ്ഞു, ദുനിയാവിലേക്ക് ചാഞ്ഞു, ഭൗതികതയെ ഇഷ്ടപ്പെട്ടു. അയാളുടെ ഇച്ഛയെ പിൻപറ്റി, ശരീരം പറയുന്നത് പോലെ കേട്ടു. അല്ലാഹു തആല അയാൾക്കൊരു ഉദാഹരണം പറഞ്ഞു. ആരാണ് ആ മനുഷ്യൻ? ബൽഅം ബിൻ ബഊറ, ബനു ഇസ്രായേലിലെ ആലിമായിരുന്നു. മഹാന്മാരായ ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നു, അദ്ദേഹം കണ്ണുയർത്തി മുകളിലേക്ക് നോക്കുമ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു. മനസ്സിലായില്ലേ? മലക്കൂത്ത്, അദൃശ്യ പ്രപഞ്ചങ്ങളൊക്കെ. അത്ര ടോപ്പിലെത്തിയ മനുഷ്യൻ ഇന്ന് താഴത്തേക്ക് ഒറ്റ വീഴൽ വീണു. എന്താ കാരണം? ഈ ദുനിയാവിന്റെ സുഖം, ഭൗതിക സുഖങ്ങൾ അല്ലേ? നോക്കൂ, അഖ്ലദയിലൽ അർളി വത്തബഅ ഹവാ, ഹവാനെ പിൻപറ്റി. ഹവാനെ, നമ്മുടെ ശരീരം പറയും പോലെ ജീവിക്കാനാണെങ്കിൽ എവിടെ എത്തും? ശരീരത്തിന് ബ്രേക്ക് ഇടണം. ശരീരം കുതിച്ചു പായുന്ന കുതിരയാ അല്ലേ? നഫ്സ് ശിശുവിനെ പോലെയാ. ആ ശിശുവിന്റെ മുല കൂടി മാറ്റിയില്ലെങ്കിൽ അവൻ വലുതായാലും യുവാവായാലും കുടിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഒരു 2 കൊല്ലമൊക്കെ. അയാളുടെ ഉദാഹരണം പട്ടിയെ പോലെയാ, ശ്വാനനെ പോലെയാ. പട്ടിക്ക് വല്ലതും വെച്ചു നീട്ടിയാൽ അത് നാക്ക് പുറത്തേക്കിടും, അതിനെ ഓടിച്ചാലും അത് നാക്ക് പുറത്തേക്കിടും. നോക്കൂ, മൂസാ നബിക്കെതിരെ ബൽആം ദുആ ചെയ്തു. മൂസാ നബിക്കെതിരെ പ്രാർത്ഥിക്കാൻ ആളുകൾ വന്നു പറഞ്ഞപ്പോ അദ്ദേഹത്തിന് പാരിതോഷികങ്ങളും സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണ ബിസ്ക്കറ്റുകളും കൊടുത്തപ്പോ അയാള് ദുനിയാവിന്റെ മഞ്ഞളിപ്പിൽ പെട്ടുപോയി. അയാൾ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന തനിക്കെതിരായി മാറി എന്ന് മാത്രമല്ല, അയാളുടെ നാവ്, ആർത്തിയുള്ള നാവ് മാറത്തേക്ക് വീണു. ആ നാവിങ്ങനെ വീണ് അതിന് ഉമനീരിറ്റിക്കൊണ്ടിരുന്നു. പട്ടിയുടെ നാവ് കണ്ടിട്ടില്ലേ? പട്ടിക്ക് വല്ലതും കൊടുത്താലും നന്ദിയുണ്ട്, കല്ലെറിഞ്ഞ് ഓടിച്ചാലും നന്ദിയുണ്ട്. ഇനി അറിയല്ലേ എന്നാ തിരിഞ്ഞു നോക്കുമ്പോ പറയുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ സൂക്തങ്ങളെ നിഷേധിക്കുന്നവരുടെ മസലാണ്, ഉദാഹരണമാണ്. നബിയേ, ചരിത്രം പറഞ്ഞു കൊടുക്കൂ, അത് ജനങ്ങൾക്ക് ചിന്തിക്കാൻ കാരണമാണ്. ഒരു പ്രസംഗം മുഴുവനും ചരിത്രമാകരുത്, പിന്നെ ചരിത്രം ഇടയ്ക്ക് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൽഅം ബിൻ ബഊറ ആത്മീയോൽകർഷത്തിൽ നിന്ന് താഴത്തേക്ക് വീണു അല്ലേ? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഏറ്റവും നല്ല രൂപം ആ മനുഷ്യന് നാം കൊടുത്തത്, പിന്നീട് നാം അവനെ അധമനിൽ അധമനാക്കുമെന്ന് അല്ലാഹു പറയുന്നുണ്ട് അല്ലേ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അല്ലാഹു പടച്ചവൻ പതിതനാവാതെ, താഴത്തേക്ക് വീഴാതെ, ആത്മീയോൽകർഷത്തിൽ കഴിയാൻ അല്ലാഹു അവന്റെ ഇസ്സത്ത് കൊണ്ട് അല്ലാഹു പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, 6ാം ഇന്ദ്രിയം തുറന്നവരാണ്. നോക്കൂ, അവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ. അതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. കറാമാത്തുൽ ഔലിയാഇ ഹഖ്ഖുൻ. ശറഹുൽ അഖായിദിൽ നമ്മുടെ വിശ്വാസങ്ങൾ പ്രതിപാദിക്കുന്ന കിതാബാണല്ലോ, എല്ലാവരും ഓതി വരുന്ന കിതാബാണ്, അംഗീകരിക്കുന്നു. അതിൽ കാണാം ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന ആദരവ് ഹഖാണ്. എന്നിട്ട് കുറെ വിശദീകരണം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കറാമത്തിന് അല്ലാഹു തെളിവ് പറയുന്നുണ്ട്. ഇമ്രാന്റെ പുത്രി മഹദി മറിയം കണ്ടോ? ഇത് ഖാലത്ത് ഇംറഅതു ഇമ്രാൻ, ഇദ് ഖാലത്ത് ഇംറഅതു ഇമ്രാൻ. അല്ലാഹു ഖുർആനിൽ ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം
ഒരു പരിശുദ്ധമായ കുടുംബത്തെ പറ്റി ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. മറിയം ഹസ്രത്ത് മറിയം റളിയല്ലാഹു അൻഹ, ആ മഹദിയുടെ ഖബർ കഴിഞ്ഞ റമളാൻ കഴിഞ്ഞപ്പോൾ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു അവസരം നൽകി. മറിയം, ബൈത്തുൽ മുഖദ്ദസ്, മനസ്സിലായില്ലേ? മൂസാ നബി, ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, ഒരുപാട് മഹാന്മാർ, ഇമാമുന ശാഫിഈ, ഹസൻ ബസരി, ഒരുപാട് മഹാന്മാര്. 1,00,000 രൂപ കൊടുത്താൽ എന്താ? 5 രാഷ്ട്രങ്ങൾ കാണാൻ, ബൈത്തുൽ മുഖദ്ദസ് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകി. ആ കൂട്ടത്തിൽ ആ പുള്ളിനെയും കണ്ടു. ഏത് പുള്ളി? ഫിർഔൻ. ഫിർഔൻ നല്ല സുന്ദരമായിട്ട് കിടക്കുക, ഗ്ലാസ് കൂടിനകത്ത്. വയറൊന്നും പൊളിച്ച് എംബാമൊന്നും ചെയ്തിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹാഫിളീങ്ങൾ ഇരിക്കുന്നു, ചോദിച്ചു നോക്ക്. അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇന്ന് നിന്റെ ബോഡിയെ നാം രക്ഷിക്കും, നിനക്ക് ശേഷം വരുന്നവർക്ക് നീ ഒരു ഗുണപാഠമാകണം. നിന്നെപ്പോലെ അലൈസലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹതി. എനിക്കല്ലേ മിസ്റിന്റെ, ഈജിപ്തിന്റെ ഭരണം, ഈ നൈൽ നദി ഞാൻ പറയുന്നത് പോലെ ഒഴുകുന്നുണ്ടല്ലോ എന്ന് അഹങ്കരിച്ച ഫറോവ റംസിസ് രണ്ടാമനെ നോക്കി അല്ലാഹു പറഞ്ഞു, നിന്നെ അഴുകാതെ ഭൂമുഖത്ത് നാം വെക്കും, നിനക്ക് ശേഷം വരുന്ന ഫാസിസ്റ്റുകൾക്ക് നീ ഒരു പാഠമാകണം. ഹിറ്റ്ലർ, മുസോളിനി, അതിൽ പെടാൻ മോഡി ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? അല്ലാഹു മോഡിക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഒറ്റയാളെ ആവി പറഞ്ഞുള്ളൂ, അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണോ? ഇല്ലേ? അല്ല, അങ്ങനെ ദുആ ചെയ്യുന്നത് തെറ്റുണ്ടോ സാറേ? തിരുത്തണം. അല്ലാഹു മോഡിക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. എന്നിട്ടും ചിലർക്കൊരു സംശയം, ഖാദർക്ക് ആവി പറഞ്ഞിട്ടില്ല അല്ലേ? സുഹൃത്തുക്കളെ, അദ്ദേഹം നന്നായാൽ 130 കോടി ജനങ്ങൾ നന്നായി അല്ലേ? അദ്ദേഹത്തിന് ഒരു ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ ഈ 5 കൊല്ലം ഇങ്ങനെ പോട്ടെ, അടുത്ത 5 വർഷം നമ്മുടെ ദേശീയ പതാകയൊക്കെ ഒന്ന് മാറ്റി ഒരു കാവിക്കൊടി കൊണ്ടുവരാം, രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം കിട്ടിയാൽ നമുക്ക് ന്യൂനപക്ഷത്തേക്ക് ഒന്ന് അടിച്ചമർത്താം എന്ന് ചിലർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, അതേറ്റവും ഈ നൂറ്റാണ്ടിലെ, ഇന്ന് ശിവസേന പറഞ്ഞത് കണ്ടോ, 10,000 കൊല്ലത്തിനുള്ളിൽ ഇതുപോലെ മോശം ഒരു ഭരണം വന്നിട്ടില്ലെന്ന് ശിവസേനയാ പറഞ്ഞിരിക്കുന്നത്. ശിവസേന ഏറ്റവും വലിയ മണ്ടത്വവും ഏറ്റവും വലിയ അബദ്ധവുമായിരിക്കുമെന്ന് അത്തരക്കാർ മനസ്സിലാക്കുന്നത് നന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലവണ്ണം ഭരണചക്രം തിരിച്ച് പാവപ്പെട്ട പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി നോക്കൂ, എന്തെല്ലാം ഒരു പ്രൈം മിനിസ്റ്റർക്ക് ചെയ്യാം അല്ലേ? ഇത്ര വിശാലമായ ഒരു നാട്, സുന്ദരമായ നാട് അല്ലേ? അല്ലാഹു പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭരണകൂടത്തിന് ഹിദായത്ത് നൽകട്ടെ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളും നന്നാക്കി തരട്ടെ. വലാ തുസല്ലിത് അലൈനാ മല്ലാ യഖാഫുക വലാ യർഹമുനാ. നിന്നെ ഭയപ്പെടാത്ത, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു ഹുകൂമത്തിനെ നീ ഞങ്ങൾക്ക് അടിച്ചേൽപ്പിക്കരുതേ എന്ന് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യണം, ദുആ ചെയ്യണം അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്തത്. നോക്കൂ, ഡൊണാൾഡ് ട്രംപ്, ഈ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ അമേരിക്കയിൽ വരുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല. ഹിലാരിയാണ് വരിക എന്ന് വിചാരിച്ചിരുന്നു. കാരണം മാൻകൈൻഡ്, മാനവികതയുള്ളത് ആർക്കാ? ട്രംപ് എന്താ പറഞ്ഞത് നമുക്കറിയാം. ട്രംപാണ് ഇന്ന് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. അമേരിക്കയിൽ മുസ്ലിമീങ്ങൾക്ക് പ്രവേശനമില്ല, തൊപ്പിയും താടിയും പെണ്ണുങ്ങൾ ഹിജാബും ധരിക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നയാളാ ട്രംപ്. അല്ലാഹു പടച്ചവൻ ഇനി ട്രംപിന്റെ അമേരിക്ക എന്തായിരിക്കും അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കി. ദുആ ചെയ്യൻ സഹോദരിമാരെ. നമ്മുടെ തൊട്ടടുത്ത രാഷ്ട്രമായ നേപ്പാൾ, റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അടിച്ചമർത്തപ്പെടുകയാ. അവിടെ നോബൽ പ്രൈസ് നേടിയ ഓങ് സാങ് സൂചിയൊക്കെ ഉണ്ട്. പേര് പറയാൻ തന്നെ വിഷമോ അല്ലെ? ഓങ് സാങ് സൂചി, മഹ്റജ് തെറ്റാതെ കാക്കണം. ഉണ്ടായിട്ടെന്താ? ആ സ്ത്രീ ഉണ്ടായിട്ടെന്താ? നോബൽ പ്രൈസ് ജേതാവാ. ഒരു ഉമ്മ പറയുകയാണ്, എന്റെ 7 മക്കളെ പട്ടാളം വെടിവെച്ചു കൊന്നു. 7 മക്കളെ വെടിവെച്ചു കൊന്ന തള്ളയുടെ മാനസികാവസ്ഥ
അല്ലാഹുവേ നിങ്ങളൊന്ന് ദുആ ചെയ്യണം സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ളുഹാ നമസ്കരിച്ചിട്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യണം റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി. നോക്കൂ, റഷ്യയുടെ പട്ടാളം ഇന്ന് സിറിയയിൽ നിന്ന് കെട്ടുകെട്ടുകയാ. എന്താ സിറിയയിൽ നടക്കുന്നത്? എന്താ അഫ്ഗാനിൽ നടക്കുന്നത്? മുസ്ലിം ലോകത്തെ മുഴുവനും ഛിന്ന ഭിന്നമാക്കുന്ന പാശ്ചാത്യ ശക്തികൾ, സിയോണിസ്റ്റുകൾ, ഇസ്രായേൽ അല്ലേ, അവർക്കൊക്കെ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുക. അവരെ നശിപ്പിക്കാൻ വേണ്ടി അല്ല ദുആ ചെയ്യുന്നത്, ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവരൊക്കെ ഹിദായത്തിലേക്ക് വന്നാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു പടച്ചവൻ ആദരിച്ചവരാണ് മുത്തഖീങ്ങൾ, ഔലിയാക്കൾ. അല്ലാഹു ആദരിക്കുന്നതിന് തൊലിയുടെ നിറവും വർണ്ണവും അല്ലാഹു നോക്കുന്നില്ല. ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അഹ്മറ അലാ അസ്വദ ഇല്ലാ ബിത്തഖ്വ വലാ ലി അബിയള അലാ അസ്വദ. മറ്റൊരു റിവായത്തിൽ അങ്ങനെയും വന്നിട്ടുണ്ട്, അറബിയേക്കാൾ അനറബിയേക്കാൾ അറബിക്ക് മഹത്വമില്ല. അതുപോലെ തന്നെ തൊലി ചുവന്നവന് കറുത്തവനേക്കാൾ മഹത്വമില്ല, അല്ലെങ്കിൽ കറുത്തവനേക്കാൾ വെളുത്തവന് മഹത്വമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. അള്ളാഹു തഖ്വയാ നോക്കുന്നത്. വെളിയങ്കോട് ഉമർ ഖാദി കറുത്ത മനുഷ്യനായിരുന്നു, പക്ഷെ അതുകൊണ്ട് അള്ളാഹു അവരെ മാറ്റിവെച്ചോ? മാറ്റിവെച്ചില്ല. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ അള്ളാഹുവിന്റെ വലിയായി മാറി. ആ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കണം. ഈ വിനീതൻ അതിലെ പോകുമ്പോ കാറിലാ പോകുന്നതെങ്കിൽ അവിടെ ഒന്ന് ഇറങ്ങി വെളിയങ്കോട് മഖാമിലെത്തി ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ടാണ് പോകുന്നത്. അത്രമാത്രം ആ മഹാൻ എനിക്ക് സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അല്ലാഹു പടച്ചവൻ അവന്റെ ആരിഫീങ്ങളെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഔലിയാക്കളെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഒരാൾ മസല ചോദിക്കാൻ വന്നു. വന്നയാൾ ഒരു കറുത്ത മനുഷ്യനായിരുന്നു. ജാഅ അസ്വദു എന്ന കിതാബിൽ കാണുന്ന അസ്വദ് വന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞു, ലാ തഹ്സൻ മിൻ അജലി അന്നക അസ്വദു, നീ കറുത്തവനായി പോയി എന്നതുകൊണ്ട് ദുഃഖിക്കണ്ട. ഫൈനഹു കാന മിൻ അഖിയരിൻ നാസി സലാസ, ഏറ്റവും ഉത്കൃഷ്ടരായ 3 പേര് ഉടലെടുത്തിട്ടുണ്ട്. 2 പേര്, ഒന്ന് ബിലാലാണ്, മറ്റൊന്ന് ഉമറുൽ ഫാറൂഖിന്റെ അടിമയായി പിന്നീട് മോചിപ്പിച്ച മൗലാ ഉമർ ഇബ്നുൽ ഖത്താബ് മിഹ്ജഅാണ്. ഇവരൊക്കെ നീഗ്രോകളായിരുന്നു. ബിലാലും നീഗ്രോയാണ്. പിന്നെ ആരാണ്? ലുഖ്മാനുൽ ഹകീം. ഖുർആനില് 114 സൂറയുണ്ട്. ഒരുപാട് അമ്പിയാക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയന്റെ പേര് പറഞ്ഞത് സൂറത്തു ലുഖ്മാൻ, ലുഖ്മാനുൽ ഹകീം. ഇത്തഫഖൽ ഉലമാഉ അലാ അന്നഹു, എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുണ്ട് ലുഖ്മാൻ സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇക്രിമ റളിയല്ലാഹു അൻഹു മാത്രം പറഞ്ഞു നബിയായിരുന്നു. ബാക്കി എല്ലാവരും പറഞ്ഞത് വലിയായിരുന്നു, സ്വാലിഹായ മനുഷ്യനായിരുന്നു. ഞാൻ ഇന്നലെ മുടിക്കൽ ചെയ്ത പ്രഭാഷണത്തിൽ മഹാനായ ലുഖ്മാനിന്റെ ചരിത്രവും മകനോട് ചെയ്ത ഉപദേശമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് യൂട്യൂബിൽ വരുമായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ് വരുമ്പോ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ കേൾക്കാം അല്ലേ? കേൾക്കാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് അടുക്കുക, ഹൃദയം നന്നാക്കി വെക്കുക, വർത്തമാനം ചുരുക്കുക, പാരകൾ ഉപേക്ഷിക്കുക, പാരപ്പണി നിർത്തുക, നമീമത്തും ഗീബത്തും പറയാതിരിക്കുക. അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, സിനയേക്കാൾ കടുപ്പമാണ് ഗീബത്ത്. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സിനയല്ലേ കടുത്തത്, വ്യഭിചാരമല്ലേ കടുത്തത്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർറജുലു യസ്നി സുമ്മ യതൂബു ഫയതൂബുല്ലാഹു അലൈഹി, ഒരു മനുഷ്യൻ, അല്ലാഹു കാക്കട്ടെ, വ്യഭിചരിക്കുന്നു, പിന്നീട് അവന് മനസ്സിലായി അതിന്റെ തെറ്റ്, അവൻ പശ്ചാത്തപിക്കുന്നു, അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കാം. എന്നാൽ ഗീബത്ത് പറയുന്ന മനുഷ്യന് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. ആരെപ്പറ്റിയാണോ പരദൂഷണം പറഞ്ഞത് അയാൾ പൊരുത്തപ്പെടാതെ, അയാൾ പുറത്തു കൊടുക്കാതെ, ഏറ്റവും നല്ല പറയാതിരുന്നാ പോരാ അല്ലേ? നിങ്ങൾ എന്നെ പറ്റിയും പറയണ്ട, ഞാൻ നിങ്ങളെ പറ്റിയും പറയണ്ട. നോക്ക്, ഇസ്ലാമിന്റെ പ്രിൻസിപ്പിൾ കണ്ടില്ലേ? ഇസ്ലാം ദൈവിക മതമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കണ്ടില്ലേ? ആ സൊസൈറ്റി പരസ്പരം ഐക്യമുള്ളവരാ. ഒരു പരദൂഷണം പോലും അന്യോന്യം പറയാത്ത ഒരു കമ്മ്യൂണിറ്റി. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഗീബത്ത് പോലും ഇത്ര ഇസ്ലാം ബാൻ ചെയ്തതിന്റെ പിന്നിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരുപാട് പോയിന്റ് ഉണ്ട് അതില്.
ലാ യദ്ഖുലുൽ ജന്നത നമാമുൻ, ഏഷണി പറയുന്നവർ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. ചില ആളുകൾക്ക് ഈ പണിയുണ്ട്, ഏഷണി. അത് നിർത്ത്. ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇഷ്ടപ്പെട്ടവരുടെ ഇടയിൽ ചെന്നിട്ട് ഫിത്നയും പാരയും വെച്ചുകൊണ്ട് അവരെ അകറ്റും, തീ പിടിപ്പിക്കും. അല്ലാഹു കാക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുമ്പോൾ അല്ലാഹു പടച്ചവൻ നമുക്ക് വിലായത്ത് തരും, മുത്ത് തരും. ആ വിലായത്ത് കിട്ടിയ മഹാനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അല്ലെങ്കിൽ കീലാനി. കണ്ടോ, ഇറാന്റെ ഒരു മൂലയിൽ തൊബരിയ, കാസ്പിയൻ കടലിന്റെ ഗിരി പർവ്വത നിരകളുടെ ഇടയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഒരു കാലഘട്ടത്തിന്റെ പരിഷ്കർത്താവായ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ് ഭൂലോകജാതനാകുന്നത്. 90 കൊല്ലം ജീവിച്ചു. അവര് വാഴ് പറയുന്ന സദസ്സിൽ 50,000 70,000 ആളുകളാണ് തടിച്ചുകൂടിയത്. മഹാൻ വാഴ് പറയുമ്പോ സദസ്സ് കരയും, സദസ്സിൽ ഏങ്ങലാണ്. അത്രമാത്രം ഹൃദ്യമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് തഅ്സീർ ചെയ്യും ജനഹൃദയങ്ങളിൽ. കൂട്ടക്കരച്ചിലാണ് ദുആയോടുകൂടി. 10,000ങ്ങളുടെ സദസ്സിൽ വാഴ് പറഞ്ഞ് തൗഹീദ് പഠിപ്പിച്ച മഹാന്റെ ജീവിതത്തിൽ തന്നെ 50,000 കുഫാറുകൾ കലിമത്തു തൗഹീദ് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് കലിമ ചൊല്ലി കൊടുക്കാൻ പറ്റിയോ? എന്നിട്ടാ നീ മൊയ്തീൻ ഷേഖിനെ കുറ്റം പറയുന്നു അല്ലേ? ശാപ്പാട് ഹയാത്താക്കി ആളെന്നാ പറയുന്നത് അല്ലേ? എനിക്ക് അവരോട് പറയാനുള്ളത്, മൊയ്തീൻ ഷേഖിനെ പറ്റിയുള്ള ആ പുസ്തകം ഒന്ന് വായിക്കും. മലയാളത്തിലുണ്ടല്ലോ അല്ലേ? അറബിയിലെ കിതാബുകൾ ധാരാളമുണ്ട്. അപ്പോൾ മനസ്സിലാവും ആ മഹാൻ ചെയ്ത ത്യാഗം എന്താണ്. ഒരുപാട് കറാമത്തുണ്ട്. മഹാനായ മുഹീദ്ദീൻ ഷേഖ് ഇറാനിലെ ഈ കാസ്പിയൻ കടലിന്റെ തീരത്താണ് ജനിച്ചതെങ്കിലും പിന്നീട് ബഗ്ദാദിലേക്ക് വരികയാണ് ആലിമാകാൻ, ഇൽമു പഠിക്കാൻ. ഇറാഖിലെ ബഗ്ദാദ്, ബാഗദാദ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ പൂങ്കാവനങ്ങളുടെ നാട് ബഗ്ദാദ്. സദ്ദാം ഹുസൈന്റെ ഇറാഖ് ബഗ്ദാദ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ബഗ്ദാദിലേക്ക് എത്ര വയസ്സുണ്ട് വരുമ്പോ? 471 ജനനം. ആ മഹാൻ വരുന്നത് 18ാമത്തെ വയസ്സിൽ ഒരു കുമാരന്റെ പ്രായത്തിലാണ്. ഉമ്മയോട് പറയുന്നു, ഞാൻ ബഗ്ദാദിലേക്ക് പോവുകയാണ്, എനിക്ക് പണ്ഡിതനാകണം, അള്ളാഹുവിനെ അറിയണം. അപ്പോൾ ആ മാതാവിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ആ മാതാവ് അവരുടെ പ്രിയപ്പെട്ട മുഹീദ്ദീൻ ഷേഖിന്റെ പിതാവിൽ നിന്ന് കിട്ടിയ അനന്തരാവകാശമായി കിട്ടിയ 80 ദീനാറും മകന്റെ കയ്യിൽ കൊടുത്തു. മോനെ, ഇതിരിക്കട്ടെ യാത്രാ ചെലവിന്. ആ മകൻ അത് മുഴുവനും എടുത്തില്ല. സ്നേഹനിധിയായ ഉമ്മയ്ക്കൊരു 40 കൊടുത്തിട്ട് 40 ഈ മകൻ സ്വീകരിക്കുന്നു. ഉമ്മ ആ മകന്റെ കമീസിന്റെ കക്ഷത്തിന്റെ ഭാഗത്ത് അകത്തൊരു പീസ് വെച്ചിട്ട്, ഒരു പോക്കറ്റ് വെച്ചിട്ട് തുന്നി ഭദ്രമാക്കി കൊടുക്കുന്നു. ഇത് കൊള്ളയടിക്കാതിരിക്കാൻ, മറ്റാരെങ്കിലും കൊണ്ടുപോകാതിരിക്കാൻ മകനോട് ഈ നാണയങ്ങൾ ഭദ്രമാക്കി വെച്ചിട്ട് പറഞ്ഞു, മോനെ നീ പോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇൽമു പഠിക്കാൻ പോ. പക്ഷേ എനിക്കൊരു വസിയത്തുണ്ട് നിന്നോട്, നീ ആരോടും കളവ് പറയല്ലേ. സിദ്ഖുൽ ഹദീസ്, നീ സത്യം പറയണം. അങ്ങനെ മുഹീദ്ദീൻ ഷേഖ് തങ്ങള് ഇറാഖിലെ ബഗ്ദാദിലേക്ക് പോകുന്ന ഒരു സാർത്ഥവാഹക സംഘം ജമാഅത്തിന്റെ കൂട്ടത്തിൽ കൂടി. അവരൊരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. വിശ്രമിച്ചപ്പോൾ കൊള്ള സംഘം വന്നു വളഞ്ഞു. 60 അശ്വാരൂഢരുണ്ടായിരുന്നു ആ സംഘത്തിൽ. 60 കുതിരപ്പടയാളികളാ കൊള്ളയടിക്കാൻ വന്നത്. എല്ലാവരും പേടിച്ചു വിറച്ചു. പലരും കളവ് പറഞ്ഞു, ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാലും അവര് തപ്പി ഉള്ളതെല്ലാം എടുത്തു. മുഹീദ്ദീൻ ഷേഖ് അബ്ദുൽ ഖാദറിന്റെ മുന്നിൽ വന്നു. നിന്റെ അടുത്ത് വല്ലതും ഉണ്ടോ? ഉണ്ട്, 40 ദീനാർ. അത്ര വലിയ വസ്ത്രമൊന്നുമല്ല, ജാടകളൊന്നുമില്ല. അവര് വിട്ടനാണ്. എന്നാലും എല്ലാവരോടും ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? എന്റെ കയ്യിലുണ്ട് 40. എല്ലാവരും നിഷേധിച്ചപ്പോ അബ്ദുൽ ഖാദർ പറഞ്ഞു, എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്. അപ്പൊ ഇവർക്ക് അത്ഭുതമായി.
ആ കുട്ടിയെയും കൊണ്ട് കൊള്ളത്തലവന്റെ മുന്നിൽ വന്നു. മോനെ, എല്ലാവരും കളവ് പറഞ്ഞു, നീ സത്യം പറഞ്ഞു. എന്താ കാരണം? എന്റെ ഉമ്മയാണ് എന്റെ മാതാവിനോട് പറഞ്ഞു കളവ് പറയരുത്. നിന്റെ ഉമ്മ നിന്നെ യാത്രയാക്കുമ്പോൾ പറഞ്ഞ ഉപദേശമാണോ അത്? കൊള്ളത്തലവനിൽ ആ വാക്കുകൾ സ്വാധീനിച്ചു. കൊള്ളത്തലവന്റെ കണ്ണുകൾ ബാഷ്പകണങ്ങൾ കൊണ്ട് ഇറ്റിറ്റ് വീണു. ആ കൊള്ളത്തലവൻ ചിന്തിച്ചു, ഇനി ആരെയും കൊള്ളയടിക്കുകയില്ല, ഇനി സിദ്ഖിൽ സത്യസന്ധതയിൽ ജീവിക്കണം. മറ്റു കൊള്ളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളും കൊള്ള നിർത്തണം. എല്ലാവരും നോക്കൂ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് സമൂഹത്തെ സമുദ്ധരിക്കാൻ തുടങ്ങി. ഒരൊറ്റ ഉപദേശം കൊണ്ട്, ഉമ്മയുടെ ഉപദേശം കൊണ്ട് 60 കൊള്ളക്കാരും തൗബ ചെയ്തു, നല്ല ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹു പടച്ചവൻ കബൂലാക്കി തരട്ടെ. കള്ളം പറയരുത്, ഇതിനകത്ത് എന്തിരിക്കുന്നു ഓർക്കും അല്ലേ? കണ്ടില്ലേ 10-60 പേര് നന്നായില്ലേ? നന്നായില്ലേ? മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ജീവിതം ഒന്ന് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീലാനി അനുസ്മരണം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന ആദരവിന്റെ പേരാണ് കറാമത്ത്. നിങ്ങൾ ശാസ്ത്രജ്ഞന്മാര് പറയും അതിന് ടെലിപ്പതി എന്നൊക്കെ പറയും. മനസ്സിലായി? ഒരുപാട് ഈ വിഷയം പഠിക്കാനുണ്ട്. അത് സംബന്ധമായ ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഒന്ന് റെഫറൻസ് ചെയ്യണം. അല്ലാഹു പടച്ചവൻ നമുക്ക് സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ. കൂടുതൽ ചോദിക്കാൻ പറഞ്ഞത് ഇൽമു മാത്രമാണ്, പണമല്ല, പ്രതാപമല്ല. സൂറത്തിൽ കാണാം നബിയെ പറയുക, നാദാ ഇൽമു നീ ഏറ്റിത്തരണേ, എനിക്ക് നീ അറിവ് ഏറ്റിത്തരണേ. അല്ലാഹു നമ്മുടെ പൊന്നുമക്കളെ ആലിമീങ്ങളാക്കി തരട്ടെ, ഹാഫിലീങ്ങളാക്കി തരട്ടെ, ഖാരിഈങ്ങളാക്കി തരട്ടെ. നമ്മുടെ മുത്ത് സയ്യിദുൽ ഹുഫാലാണ്, ഹാഫിലീങ്ങളുടെ നേതാവാ. നമ്മുടെ റസൂലുള്ള നല്ലവണ്ണം ഓതിയിരുന്നു, നല്ല ഖിറാഅത്ത് അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസം മദീനയുടെ പ്രാന്തപ്രദേശത്ത് കൂടി പോകുമ്പോൾ രാത്രിയാണ്, ഒരു വീട്ടിൽ നിന്നും നല്ല ഖിറാഅത്ത് കേൾക്കുന്നു. നബി തങ്ങൾ അവിടെ നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിറ്റേന്ന് പ്രഭാതത്തിൽ ആ സ്വഹാബിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? എന്താ പറഞ്ഞത്? നിന്റെ വീടിന് പുറത്തു നിന്ന് അങ്ങയുടെ പാരായണം ഞാൻ കേട്ടു. سمعت قراءتك البارحة وقد أعطيت مزمارا من مزامير آل داوود. ദാവൂദ് കുടുംബത്തിന് അല്ലാഹു നൽകിയ ശബ്ദ സൗകുമാര്യത, എന്ത് സുന്ദരമായ ശബ്ദമാണ് അല്ലാഹു താങ്കൾക്ക് നൽകിയത് എന്ന് റസൂലുള്ളാഹ് തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയെ മദ്ഹ് ചെയ്തു പറഞ്ഞപ്പോ, ഇത് ബുഖാരിയാണെങ്കിൽ മുസ്ലിമിൽ കാണാം, വല്ലാഹി ലൗ അലിംതു അന്നക തസ്തമിഉ ഖിറാഅത്തി. പടച്ചവനാണ് സത്യം നബിയെ, അവിടെ എന്റെ ഖിറാഅത്ത് കേൾക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒന്നുകൂടി മൊഞ്ചാക്കുമായിരുന്നു നബിയെ. അവിടെ നിന്ന് രാത്രി കേട്ടത് എൻ്റെ ഒരു സാധാ ഖിറാഅത്ത. നബിതങ്ങൾ കേൾക്കുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടി മൊഞ്ചാക്കിയേനെ. അല്ലാഹു പടച്ചവൻ നല്ലവണ്ണം ഖുർആൻ ഓതാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഏറ്റവും വലിയ ദിക്റാണ്. ഏറ്റവും വലിയ ദിക്റാണ് അല്ലാഹുവിന്റെ കലാമുമായിട്ടുള്ള ഖിദ്മത്ത്. മനസ്സിലായില്ലേ? ഹദീസിൽ വരുന്നുണ്ട്, ഹസ്സിനു അസ്വാതകും ബിൽ ഖുർആൻ. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഖുർആൻ കൊണ്ട് മനോഹരമാക്കണേ, മനോഹരമാക്കണേ. മല്ലം യതഗന്നാ ബിൽ ഖുർആനി ഫലൈസ മിന്നാ. ഖുർആൻ ഈണത്തിൽ ഓതുന്നില്ലെങ്കിൽ അവൻ നമ്മിൽ പെട്ടവനല്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വറത്തിലിൽ ഖുർആന തർത്തീലാ. ഖുർആൻ തർത്തീലായിട്ട് ഓതണം. എന്താ തർത്തീൽ? തജ്വീദോടുകൂടി ഓതണം. കണ്ടോ? തർത്തീൽ തജ്വീദാണ്. ഇൽഹാർ, ഇഖ്ഫാ. വലിയൊരു പണ്ഡിതനെ ഓതുന്ന കേട്ട് ഈയിടെ, ശ്രദ്ധിക്കേണ്ട വിഷയം, അതുകൊണ്ട് പറയുന്ന കേട്ടോ. പിന്നെ അദ്ദേഹം വസമായ വത്താരിഖാണ് ഓതിയത്, പക്ഷേ അവസാനത്തെ അക്ഷരം ഒന്നും കേൾക്കുന്നില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇനി ഏതെങ്കിലും പള്ളിയിൽ വഴിയാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഇമാമിന്റെ ഖിറാഅത്ത് തെറ്റായിട്ട് നിങ്ങൾ പിടിക്കുമൊന്നും വേണ്ട കേട്ടോ. അല്ലാഹു തെറ്റുള്ളവർക്ക് പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ, ആരെ തിരുത്താനൊന്നും പോകണ്ട. മനസ്സിലായില്ലേ? ഞാൻ കേട്ടത് ഇങ്ങനെയാ, അവസാനത്തെ അക്ഷരം കേൾക്കുന്നില്ല. നമ്മുടെ മദ്രസയിൽ പഠിച്ചല്ലോ, ഖുതുബുൽ ജദ്ദ്,
ഈ 5 അക്ഷരങ്ങളുടെ മുകളിൽ സുക്കൂൻ വരുമ്പോൾ വെച്ചോതണമെന്നാണ്. ഇനി ഞാൻ അതുപോലെ ഓതാം. വസ്സമാഇ വത്താരിഖ്, വമാ അദ്റാക മത്താരിഖ്, അന്നജ്മുസ്സാഖിബ്. ഉണ്ടോ? ഖുതുബ് ജദ്, പുള്ളിയുള്ള ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ, ഇത്രയും അക്ഷരങ്ങളുടെ മുകളിൽ സുക്കൂൻ വന്നാൽ ഫിശുക്കൊന്നും വിചാരിക്കേണ്ട, വെച്ചോതണമെന്നാ. ഇനി നമുക്കത് എടുക്കുക. വസ്സമാഇ ദാത്തിൽ ബുറൂജ്. ഉണ്ടോ? ബുറൂജ് അവിടെ ഏറായി പോകരുത്. ബുറൂജ് അവസാനത്തെ അക്ഷരം കേട്ടില്ലല്ലോ, കേൾക്കണം. സമാഇ ദാത്തിൽ ബുറൂജ്. ഇനിയിപ്പോ ശിഹാബുദ്ദീൻ സാഹിബിന്റെ ഖിറാഅത്ത് കേട്ടില്ല അല്ലേ? അല്ലാഹു പ്രച്ചവൻ ഹാഫിളീങ്ങൾക്ക് ആലിമീങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ ഈ ദറസിൽ 4-5 ഹാഫിളീങ്ങളുണ്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ 10ഉം 20ഉം ഒക്കെ പഠിച്ചവരാന്ന് പറഞ്ഞപ്പോ ഇനി മസ്റൂറുൻ ജിദ്ദ, എനിക്ക് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ ഖുർആന് ഖിദ്മത്ത് ചെയ്യുന്നവരാണല്ലോ. അല്ലാഹുവേ, ഈ ഖിദ്മത്ത് നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ ഖബറിൽ ജാരിയായ സദഖയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾ ഇരുന്ന 2 മണിക്കൂർ നീ ആഖിറത്തിൽ നിധിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ അറിയാനും നിന്നെ ഓർക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. ആയത്തുൽ കുർസിക്ക് ഇത്ര മഹത്വം വരാൻ കാരണം അല്ലാഹുവിന്റെ 10 വിശേഷണങ്ങൾ അതിൽ പറയുന്നത് കൊണ്ടാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അല്ലാഹുവിനെ ഉറക്കവും നിദ്രയും ബാധിക്കുന്നില്ല. സിനത്ത് എന്ന് പറഞ്ഞാൽ മയക്കം, നൗമ ഉറക്കം അല്ലാഹുവിനെ ബാധിക്കുന്നില്ല. അല്ലാഹു ഉറങ്ങുന്നുണ്ടോ? ഇല്ല. അല്ലാഹുവിന് തൂക്കമില്ല. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അവൻ എപ്പോഴും ജോലിയില്ല. മരിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു, ഉയർത്തുന്നു, അധികാര കസേരയിൽ ഇരുത്തുന്നു, വലിച്ചു ചാടിക്കുന്നു. ഇതൊക്കെ അല്ലാഹു ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആയത്തിന്റെ താഴെ ഹാഫിദ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് ഞാൻ ഞെട്ടിപ്പോയി ആ ഹദീസ് കണ്ടപ്പോൾ. നിങ്ങൾക്കത് ഷെയർ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. എന്താ ഈ ഹദീസ്? ഇന്നല്ലാഹ ലാ യനാമു, മുത്തുനബി പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യനാമു, അല്ലാഹു ഉറങ്ങുന്നില്ല. വലാ യംബഗി ലഹു അൻ യനാമ, അവന് ഉറങ്ങാനും കഴിയില്ല. ഹിജാബുഹു അന്നൂർ, അവന്റെ കർട്ടൻ മറ അത് നൂറാണ്, പ്രകാശമാണ്. പ്രകാശമാകുന്ന മറക്കകത്താണവൻ. ലൗ കശഫഹു, ആ കർട്ടൻ അല്ലാഹു മാറ്റിയാൽ, പ്രകാശമാകുന്ന ആ ഹിജാബ് അല്ലാഹു മാറ്റിയാൽ, ലഅഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹാ ഇലൈഹി തർഫുഹു മിൻ ഖൽഖി, അവന്റെ ദൃഷ്ടി പതിയുന്ന സൃഷ്ടികളെല്ലാം ഈ പ്രകാശം വമിക്കുന്ന അല്ലാഹുവിന്റെ മുഖകാന്തി കൊണ്ട് കരിഞ്ഞു പോകും, കരിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് അല്ലാഹു? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അവൻ സമസ്ത ലോകത്തിന്റെയും വിശ്വലോകത്തിന്റെ പ്രകാശമാണ്. 2,00,000,000,000 ഗാലക്സി എന്നാണ് കഴിഞ്ഞ മാസം പത്രം റിപ്പോർട്ട് ചെയ്തത്. 30,000 കോടിയൊക്കെ പോയി. 2,00,000,000,000 ഗാലക്സി. ഒരു ഗാലക്സിയിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ. നമ്മുടെ സൂര്യന്മാർ പോലത്തത് ചെറുതോ വലുതോ ആയ കോടിക്കണക്കിന് സൂര്യന്മാർക്ക് വെളിച്ചവും ചൂടും കൊടുക്കുന്നവൻ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അവൻ വിശ്വത്തിന്റെ വെളിച്ചമാ. ആയത്തിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ അഭിവന്ദ്യനായ ഉസ്താദ് നിങ്ങൾക്ക് ഓതി അർത്ഥം പറഞ്ഞത്. അല്ലാഹു പടച്ചവൻ അല്ലാഹുവിനെ അറിയിക്കാനും അവനെ സ്നേഹിക്കാനും ഈ സാധു ഒരു ചെറിയ ശ്രമം ചെയ്തു. അൽഹംദുലില്ലാഹ്, പൂർണ്ണമായി ഞാൻ അവകാശപ്പെടുന്നില്ല. അല്ലാഹു പടച്ചവൻ വിജയിപ്പിക്കട്ടെ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ആ പ്രകാശത്തിലേക്ക് നടക്കാൻ, അല്ലേ? ആ ആയത്തിന്റെ താഴെ അതാ പറയുന്നത്, നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ പ്രകാശത്തിലേക്ക് അല്ലാഹു മാർഗദർശനം നൽകും. അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു വിശ്വാസികളുടെ വലിയ, അല്ലേ? അല്ലാഹു ആ പ്രകാശം പടച്ചോ നമുക്ക് നൽകട്ടെ. നമ്മുടെ ഖൽബിൽ മുകാശഫ, 6ാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്ന അവസ്ഥ, നല്ല സ്വപ്നങ്ങൾ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാ? കച്ചവടമാക്കാനല്ല.
എന്തിനാ? നോട്ടീസ് അടിക്കാനില്ല. എനിക്ക് ഇന്ന കറാമത്തുണ്ട്, എല്ലാവരും എൻ്റെ അടുത്ത് വരണേ എന്നിപ്പോ നോട്ടീസ് അടിക്കാനും മാസികയിൽ എഴുതാനും തുടങ്ങി. ഏതെങ്കിലും മഹാന്മാര് കറാമത്തിനെ പറ്റി നോട്ടീസ് അടിച്ചിട്ടുണ്ടോ? അബൂ അലിയുൽ ജുർജാനി റഹ്മഹുല്ലാ പറഞ്ഞതെന്താ? കുൻ താലിബൻ ലിൽ ഇസ്തിഖാമ, നിന്റെ ലക്ഷ്യം ഇസ്തിഖാമത്തായിരിക്കണം. ലാ താലിബൻ ലിൽ കറാമ, നീ കറാമത്ത് മോഹിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കരുത്. അല്ലാഹ് എനിക്ക് 10 കറാമത്ത് തരട്ടെ, അത് കാണിച്ചിട്ട് എവിടെ ഇവന്മാരെ കൊണ്ട് വരച്ച വരയിൽ നിർത്താൻ എന്ന് വിചാരിച്ച് നീ ഇബാദത്ത് എടുക്കരുതേ. വല്ലാഹു യത്ലുബു മിൻകൽ ഇസ്തിഖാമ, അല്ലാഹു നിന്നിൽ നിന്ന് തേടുന്നത് ഇസ്തിഖാമത്താണ്. അപ്പോ റബ്ബ് നിനക്ക് ആദരവ് തരും, ആദരവ് തരും. കണ്ടോ, നമ്മുടെ നഫ്സ് എപ്പോഴും കറാമത്ത് കിട്ടാൻ ആഗ്രഹിക്കും. 10 ദിവസം തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ആഗ്രഹിക്കും, എനിക്ക് എന്തെങ്കിലും ഒരു കഴിവ് പ്രത്യക്ഷപ്പെടണേ. വെറും 10 ദിവസം നിസ്കരിച്ചിട്ടുള്ളൂ, ഇവിടെ 1,00,000 ദിക്റൊന്നും ചൊല്ലിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ചൊല്ല്, ചൊല്ല്, ഒരുപാട് ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒരുപാട് ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാഅ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. വല്ലാത്ത വാല്യുബിളായ ദിക്റ 2-3 എണ്ണം ചൊല്ലിയാൽ മതി. 3 മണിക്കൂർ ചൊല്ലുന്ന ഇബാദത്ത സ്ഥാനത്ത് ഒന്ന് പറയിൻ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാഅ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇത് ഹൃദയത്തിലുള്ളവരെന്ന് കൈവക്കിക്കേ, ഒന്ന് പൊക്കിക്കേ. ഇത് കാണാതെ പഠിച്ചവര്, എനിക്കറിയാം, കണ്ടെന്നറക്കാർക്ക് അറിയാം, മനഃപൂർവ്വം കൈതാത്തിരിക്കല്ലേ. അല്ല, ചൊല്ലണം, ഇത് കാണാതെ പഠിക്കണം. സാറേ ഒന്ന് എഴുതി കൊടുക്കണേ, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇതെല്ലാം ഇങ്ങനെ മറന്നു പോകല്ലേ. അൽഹംദുലില്ലാ, ചൊല്ലണം സഹോദരിമാരെ, ചൊല്ലണം. മനസ്സിലായില്ലേ? ആ വീട്ടിലിരിക്കുന്ന TV ഒക്കെ ഒന്ന് ഓഫാക്ക്. സീരിയൽ ഒന്നും കാണണ്ട, പുലിമുരുകൻ ഒന്നും കാണണ്ട. ഓ, കോടികളാ, ബെസ്റ്റ് കളക്ഷൻ അല്ലേ, അല്ലേ? പുലിമുരുക കണ്ടവർ കൈവക്കാൻ പറഞ്ഞാൽ ഒരുവിധ ന്യൂജനൊക്കെ കൈവക്കും അല്ലേ? എത്ര കാലം ഈടെ ഉണ്ടൊരു താത്തായിരുന്നു കരയുന്നത്. എന്താടി? സീരിയലില് ആ പെണ്ണിനെ മുഖത്ത് നോക്കി ഭർത്താവ് പറയാ, നിന്നെ ഇപ്പൊ ഒഴിവാക്കുക, എനിക്ക് വേണ്ടി എന്റെ കെട്ടിയവൻ എന്നെ ഒഴിവാക്കുക. ഈ സീരിയലൊക്കെ തട്ടിപ്പല്ലേ, അതിനകത്ത് കരയുന്നൊന്നും ശരിയായ കരച്ചിലല്ല. അതുകൊണ്ട് സീരിയലൊന്നും വെക്കണ്ട. വീട്ടിൽ യാസീനോത്, വാക്കിയാവോത്, തബാറക്കോത്, പിന്നെ ദുഹാനോത്. ദുഹാനോദിയാൽ എത്ര മലക്കുകളാ സുബൈ വരെ നിനക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന? 70,000 മലക്കുകൾ. അല്ലാഹു പടച്ചോൻ കബൂലാക്കി തരട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. നിറഞ്ഞ സദസ്, സൂചി വീണാൽ അറിയുന്ന സദസ്. എന്തൊരു ഡിസിപ്ലിൻ! അല്ലാഹുവേ, പടച്ചവനെ, ഈ നാടിനെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാടുകളെ നീ സംസ്കരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംസ്കരിക്കണേ അല്ലാഹ്. ഇത് നുസ്ഹത്തുൻ നാദിരീനിൽ ഈ ചരിത്രം പറയും. ഈസാ നബി അനുവാദം കൊടുത്തു. അവരിരുവരും നടന്ന് ക്ഷീണിച്ചൊരു പുഴയുടെ വക്കത്തെത്തി. ഈസാ നബിയുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. ആ പൊതി അവിടെ വെച്ചിട്ട് കാലും കൈയൊക്കെ കഴുകി അംഗസ്നാനം ചെയ്ത് ക്ഷീണം മാറ്റി കയറി വന്നപ്പോൾ അതിൽ നിന്നൊരു പത്തിരി കാണുന്നില്ല. 3 പത്തിരിയാണ് പൊതിയിലുണ്ടായിരുന്നത്, ഒരു പത്തിരി കാണുന്നില്ല. ഈസാ നബി കൂട്ടുകാരനോട് ചോദിച്ചു, ആരാണ് പത്തിരി എടുത്തത്? കൂട്ടുകാരൻ പറഞ്ഞു, എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? അവരോരോരുത്തരും ഓരോ പത്തിരി എടുത്ത് കഴിച്ചിട്ട് മുന്നോട്ട് യാത്ര തുടർന്നു. യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ഒരു മാൻപേട അതിന്റെ 2 കുട്ടികളുമായി ഇളം പുല്ല് തിന്നുകൊണ്ട് നിൽക്കുന്നു. ഈസാ നബി ഒരു മാൻകുട്ടിയെ വിളിച്ചു. ആ മാൻകുട്ടി മുന്നിൽ വന്നു. അതിനെ അറുത്തു, ഭക്ഷണമാക്കി കഴിച്ചു. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കൂട്ടിവെച്ചിട്ട് റബ്ബിന്റെ അനുമതിയോടുകൂടി നീ എഴുന്നേറ്റ് പോകൂ തള്ളയുടെ അടുത്തേക്ക്. അത് എഴുന്നേറ്റ് ഓടുകയാണ്. ഇത് കണ്ട് കൂട്ടുകാരൻ പതറുകയാണ്. ഈസാ നബി കൂട്ടുകാരനോട് പറഞ്ഞു, ബില്ലദി അറാക ഹാദിഹിൽ മുഅ്ജിസ, ഈ അസാധാരണ സംഭവം നിനക്ക് കാണിച്ചു തന്ന റബ്ബിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ആരാ പത്തിരി എടുത്തത്? അത് എനിക്കറിയില്ല. സമ്മതിച്ചില്ല. പുള്ളിയാ എടുത്തത്, സമ്മതിച്ചില്ല. വീണ്ടും മുന്നോട്ട് പോയപ്പോ ഒരു മൺകൂന കാണുന്നു. ഈസാ നബി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, കുൻ ദഹബൻ ബിഇദ്നില്ലാ, നീ റബ്ബിന്റെ അനുമതിയോടുകൂടി സ്വർണമായി മാറ്. ഫകാന ദഹബ, അത് സ്വർണമായി.
എന്നിട്ട് ഈസാ നബി കൂട്ടുകാരനോട് പറഞ്ഞു, ഖസ്സിം, നീ ഈ സ്വർണ്ണ കൂമ്പാരത്തെ 3 വീതിക്ക്, ഒന്നെനിക്ക്, ഒന്ന് നിനക്ക്. ഒന്ന് പത്തിരി എടുത്തയാൾക്ക്, ഒന്ന് പത്തിരി എടുത്തയാൾക്ക്. അപ്പോ ഈ ചങ്ങാതി പറഞ്ഞു, ഞാനാണ് പത്തിരി എടുത്തത്. പൊന്ന് കണ്ടപ്പോ നിലപാട് മാറ്റി. അല്ലേ, കാശ് പോകുമല്ലോ എന്നുള്ള പേടി കൊണ്ട് ഉസ്താദ് 6000 ചോദിച്ചിട്ടും പൊക്കുന്നില്ല. അപ്പൊ ഈസാ നബി പറഞ്ഞു, നീയാ എടുത്തത്, കള്ളം കപ്പലിൽ തന്നെ ഉണ്ടല്ലോ. ശരി, ഈ പൊന്നൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ ദുനിയാവിന്റെ ആളുമല്ല, നീ എല്ലാം എടുത്തോളാൻ പറ, നീ എല്ലാം അങ്ങ് എടുത്തോ. ഇയാൾ എന്ത് ചെയ്തു? ഈസാ നബി പറഞ്ഞു, ഇനി നീ എന്നെ ഫോളോ ചെയ്യണ്ട, ഹദാ ഫിറാഖു ബൈനി വ ബൈനിക്. നിന്നെ എനിക്ക് മനസ്സിലായി, നീ ദുനിയാവിന്റെ ആളാ, ഞാൻ എന്റെ വഴിക്ക്, നീ നിന്റെ വഴിക്ക്, പൊന്നൊക്കെ എടുത്തോളാൻ പറ. ഇയാൾ വലിയ ചാക്കിനകത്ത് പൊന്നൊക്കെ വാരി കൂട്ടി. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങളൊക്കെ ആഗ്രഹിക്കുക പൊന്ന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ.